നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം തുടങ്ങിയിട്ട് 10 വർഷം ആയിരിക്കുകയാണ് അല്ലേ. 2014 ആദ്യ വർഷ ബാച്ച് അഡ്മിഷൻ നേടിയത്. ഇതിപ്പോൾ വർഷം 2024. അപ്പോൾ 10ാമത്തെ ബാച്ച് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലമായിട്ടും ഒരു മെഡിക്കൽ കോളേജിന് ആവശ്യമുള്ള ബേസിക് ഫെസിലിറ്റീസ്, അതായത് ഒരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ആശുപത്രി ഇല്ല, പഠിപ്പിക്കാൻ കൃത്യമായിട്ട് തികഞ്ഞ അധ്യാപകരില്ല. നമ്മളിപ്പോഴും നമ്മുടെ ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്, നമ്മുടെ ജില്ലാ ആശുപത്രി. 500 പരം കിടക്കകളുള്ള ജില്ലാ ആശുപത്രിയാണ് നമ്മളിപ്പോൾ നമ്മുടെ ടീച്ചിങ് ഹോസ്പിറ്റലായിട്ട് ഉപയോഗിക്കുന്നത്. അവിടുത്തെ തന്നെ പല വാർഡുകളും ഇപ്പോൾ പൊളിച്ച് പുതുതായി പണിതുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ബെഡുകളിപ്പോൾ കുറവാണ്, പുതുക്കി പണിയുന്നതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വളരെ പരിമിതമായിട്ടുള്ള ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഈ കോളേജിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. 500 പരം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നത് ഈ വളരെ പരിമിതമായിട്ടുള്ള സൗകര്യം കൊണ്ടാണ്. സ്വന്തമായിട്ട് ആശുപത്രി ഇല്ല, പഠിപ്പിക്കാൻ തക്കതായിട്ടുള്ള ഫാക്കൽറ്റീസ് ഇല്ല. ഇതെല്ലാം കുട്ടികളുടെ ഭാവി ജീവിതത്തെയാണ് ബാധിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് എന്താ പറയുക, ജനങ്ങൾക്ക് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണ് ഈ പറയുന്ന മെഡിസിൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ ചുമ്മാ എന്തെങ്കിലും പഠിച്ചിറങ്ങി നാളെ നമ്മുടെ ഈ തുണ്ടും മുറിയും അറിവ് വെച്ച് ഒരു രോഗിയെ ചികിത്സിച്ച് കഴിഞ്ഞാൽ രോഗിക്ക് തന്നെയാണ് അത് അത്രയും വലിയ ദോഷമായിട്ട് മാറുന്നത്. അപ്പോൾ അതിന് ഞങ്ങളാരും അങ്ങനെ ഒരു കാരണം ആവരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനും ഞങ്ങളെ പഠിപ്പിക്കാനുള്ള ഫാക്കൽറ്റീസ്, നമുക്ക് പഠിക്കാനുള്ള ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. മാത്രമല്ല ഇത് നാട്ടുകാരുടെയും കൂടെ ആവശ്യമാണ്, നമ്മൾ സ്റ്റുഡൻസ് മാത്രമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. ആ പാലക്കാട് ഈ പാലക്കാട് ടൗണിനകത്ത് എത്ര നല്ല ആശുപത്രികളുണ്ട് നിങ്ങളൊന്ന് പറയൂ. ടേഴ്സറി കെയർ എത്ര എണ്ണം ഉണ്ട്, ഗവൺമെൻറ് സ്ഥാപനമായിട്ടുള്ള എത്ര എണ്ണം ഉണ്ട്. ആകെ ഒരു ജില്ലാ ആശുപത്രിയാണ് ഉള്ളത്. ആ ജില്ലാ ആശുപത്രിയാണ് ഈ നാട്ടിലുള്ള സകല ആളുകളും ആശ്രയിക്കുന്നത്, മനസ്സിലായില്ലേ? അതല്ലാതെ വേറെ ഒരു ആശുപത്രിയും ഒന്നുമില്ല. നിങ്ങളൊന്ന് നോക്ക്, ഇവിടുത്തെ പകുതിയിലേറെ ആളുകൾ നേരെ പോകുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും കോഴിക്കോടും കോയമ്പത്തൂരിലേക്കുമാണ്. അപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ എത്ര പാലക്കാടന്മാരുണ്ടെന്ന് കൈവക്കാൻ പറഞ്ഞാൽ അവിടുത്തെ പകുതി പേരും കൈവക്കും. കാരണം പകുതിയിലേറെ ആളുകളും പാലക്കാട് നിന്ന് പോകുന്ന ആൾക്കാരാണ്. അതെന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്? ഇവിടെ ആവശ്യത്തിന് ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി തന്നെ നല്ല ചികിത്സ കിട്ടുന്ന എത്ര ആശുപത്രി ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇവിടെ പാലക്കാട് ഇത്രയും വലിയ ജില്ലയാണെന്ന് പറഞ്ഞാൽ വലിയ അഹങ്കരിച്ച് നമുക്ക് നടക്കാതല്ലാതെ വേറെ എന്താ ഉള്ളത്? അതുകൊണ്ടാണ് ഇവിടെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആളുകൾ മറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. ഇതെല്ലാം പോട്ടെ, നമ്മുടെ മെഡിക്കൽ കോളേജ് ഇപ്പോൾ നിൽക്കുന്ന ഇവിടെ ഹൈവേയുടെ സൈഡിലാണ്. അവിടെ എത്ര ആക്സിഡൻറ്റുകൾക്ക് സാധ്യതയുണ്ട്. എത്ര പ്രാവശ്യം ആ ഭാഗത്ത് ആക്സിഡൻറ്റുകൾ നടന്നിട്ടുണ്ട്. ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ രോഗിയെ നമ്മളെന്താ വിചാരിക്കുക, ഏറ്റവും അടുത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട്, നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം. അവിടെ കൊണ്ടുപോയാൽ പകുതി ജീവനുള്ള രോഗിയുടെ കാര്യം കട്ടപ്പോകയാവും. കാരണം അവിടെ ഒന്നുമില്ല, ഒരു എമർജൻസി ഹാൻഡിൽ ചെയ്യാനുള്ള സിറ്റുവേഷൻ പോലും ആ കോളേജിലില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വേറെ ഒന്നും വേണ്ട. ഒരു എമർജൻസി ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അതൊന്ന് അഡ്രസ്സ് ചെയ്യാൻ പോലും അവിടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര ദയനീയ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. ഈ നാട്ടുകാരുടെ ആവശ്യമാണ് ഈ മെഡിക്കൽ കോളേജ് ഫുള്ളി ഫങ്ഷണൽ ആകുന്നുള്ളത്. ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം ഇത് ഇമ്പോർട്ടൻ്റ് ആണോ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നാട്ടിലുള്ള ആളുകൾക്കും. ഇവിടുത്തെ ജനങ്ങളെയും കൂടെയാണ് ഇതിൻ്റെ മെച്ചം അവരും കൂടെ അനുഭവിക്കാനുള്ളതാണ്. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഒരു പാർട്ടി യാതൊരുവിധ ഫേവറിസോ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആകെ ഇത്ര ആഗ്രഹമുള്ളൂ, ഞങ്ങൾക്ക് പഠിക്കാൻ നല്ല ഫുള്ളി ഫെസിലിറ്റി ഉള്ളൊരു ആശുപത്രി, ഞങ്ങളെ പഠിപ്പിക്കാൻ നല്ല കേപ്പബിലിറ്റി ഉള്ള നല്ല അധ്യാപകർ വരിക, ഇത്രയും ഞങ്ങൾക്ക് ചെയ്തു തരാം. അതുപോലെ തന്നെ നാട്ടുകാരോട് ഞങ്ങളോട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നന്ദി നിങ്ങൾ നാട്ടുകാരോട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു ഫെസിലിറ്റി കിട്ടുന്ന ഒരു ആശുപത്രി അത് എത്രയും വേഗം അധികാരികൾ ചെയ്തു കൊടുക്കുക. നാട്ടുകാരോട് ചെയ്യുന്നൊരു നന്മയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് അത് ചെയ്യുക. ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും ഇവിടുത്തെ പാലക്കാട് ജനതകൾക്ക് നല്ലൊരു ഹോസ്പിറ്റൽ സെറ്റപ്പ് നിങ്ങൾ ഒരുക്കി കൊടുക്കുക എൻ്റെ അപേക്ഷയാണ്. ഞങ്ങളെല്ലാവരും വിനീതമായിട്ടുള്ള അപേക്ഷയാണ്. ആരാണോ ഇത് കാണുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ കണ്ട് ഇതിനൊരു പരിഹാരം എത്രയും വേഗം കാണേണ്ടതാണ്.